ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോക മാതൃഭാഷാ ദിനാണല്ലേ സ്മൃതി ചേച്ചി? രണ്ടുപേരും പറയൂ, രണ്ടു വാക്ക് പറയൂ. എല്ലാം പെട്ടെന്ന് പറയുമ്പോ നേരത്തെ ഇതിൽ ഞാനിപ്പോ കുറെ പേരെ കണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഒരു കവിത ചൊല്ലിയുണ്ട്. ആണല്ലേ? കുറെ ചൊല്ലി. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് ചേച്ചി കുറച്ച് ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ആ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ജന്മനാടും മാതൃഭാഷയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. കാലം മാറിയപ്പോൾ മാതൃഭാഷയോടുള്ള സ്നേഹം കുറഞ്ഞെന്നും മലയാളം സംസാരിക്കുന്നവർ കുറയുന്നു എന്നും പറയുന്നവരുണ്ട്. മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ സ്വന്തം ഭാഷയെ മറക്കുന്നവർ പെറ്റമ്മയെ മറക്കുന്നു എന്ന് നിശിതമായി വിമർശിക്കുന്നു ഒരു വിഭാഗം. നിലനിൽപ്പിന്റെ ഭാഗമായി ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കുമ്പോഴും മലയാളിക്ക് സ്വന്തം ഭാഷയോടുള്ള ബഹുമാനവും സ്നേഹവും തെല്ലും കുറഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്തു തന്നെയായാലും മാതൃഭാഷ ഒരു നാടിന്റെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയാണ്. എല്ലാ പ്രേക്ഷകർക്കും ലോക മാതൃഭാഷാ ദിനാശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തേടി ഒരാൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. സ്വന്തം ഭാഷയെ പുതുതലമുറ സ്നേഹിക്കുന്നുണ്ടോ? മാതൃഭാഷയെ അവർ സ്നേഹിക്കുകയും കൂടുതൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ പുതിയ തലമുറയോട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചോദിക്കാമെന്ന് കരുതി കുറച്ച് പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പലരും പറയേ പുതിയ തലമുറയ്ക്ക് മലയാളത്തിനോട് അത്ര ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ഈ പാരൻസിനും അവർ ഇംഗ്ലീഷൊക്കെ പഠിക്കണതാണ് നല്ലത് എന്നുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് 100% സത്യമല്ല. കാരണം മലയാള ഭാഷേനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ തലമുറയിലുണ്ട്. അത് കോളേജ് ജീവിതത്തിലൂടെ കിടക്കുമ്പോൾ നമുക്ക് കൂടുതലും നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ഒരുപാട് പേര് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ അതനുസരിച്ച് മലയാളം എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ് മലയാളം. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. എൻ്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് മാതൃഭാഷ എന്ന നിലയിൽ മലയാളം പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെറുപ്പം തുടങ്ങിയ ഒരു മലയാളത്തിൽ തന്നെ പഠിപ്പിച്ച് അവർക്ക് ഒരു ഫ്ലുവൻസി ഒക്കെ എത്തിക്കഴിയുമ്പോൾ ഇംഗ്ലീഷ് അവർക്ക് വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്നത്. പക്ഷെ മലയാളം വേണം. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് മലയാളം കുറവാണോ അവർ പറയുന്നത്? മലയാളം അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവർക്ക് സംഭവിച്ചു പോകുന്നതാണ്. അത് അതിനെപ്പറ്റി അവർക്ക് ആരും അറിവ് പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ മലയാളത്തിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും കൂടുതലാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥിനിയാണ്. പക്ഷേ എനിക്ക് മലയാളം അറിയാം. മലയാളമാണ് നമ്മുടെ മദർ ടങ്. നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. മലയാളത്തിലും ചിന്തിക്കാറുണ്ട്, ഇംഗ്ലീഷിലും ചിന്തിക്കാറുണ്ട്. രണ്ട് ഭാഷയിലും പ്രാവീണ്യം നേടുക എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിനിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും അതൊരു എന്താ പറയുക പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജസിന് ഇമ്പോർട്ടൻസ് കുറവാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വേണം. സെയിം അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എംഫസൈസ് ചെയ്യുന്നത് 3 ലാംഗ്വേജ് പോളിസിയാണല്ലോ. പക്ഷെ നമ്മൾ കേരളത്തിൽ കൂടുതൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നത് ഹിന്ദിയാണ്. തമിഴ്നാട്ടിലൊക്കെയാണ് ഇപ്പോൾ ആൻറ്റി ഹിന്ദി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. കാരണം നോർത്തിലൊന്നും അവർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കണം. ഏത് ഭാഷയ്ക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. പിന്നെ മാതൃഭാഷ എന്ന് പറയുമ്പം നമ്മൾ ജനിച്ച് വീണ മണ്ണിൻ്റെ ഭാഷയല്ലേ. അപ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ചീത്ത വിളിക്കണമെങ്കിൽ പോലും മലയാളത്തിൽ വിളിക്കുള്ളൂ. ഇത്ര നമ്മൾ ലാംഗ്വേജ് പറയും, വേറെ പല ലാംഗ്വേജ് പറയും, ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റായി പറയുമെന്ന് പറഞ്ഞാൽ പോലും ഒരു അപകടം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴോ ആദ്യം നമ്മൾ ഓർക്കണം നമ്മുടെ അമ്മേനെയും നമ്മുടെ മാതൃഭാഷയാണ്. ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും നമ്മൾ ആദ്യം ഒരു മലയാളിനെ കാണുമ്പോൾ ചോദിക്കണം നാട്ടിലെവിടെ എന്നാണ്. അത് നമ്മളൊരു ഇതാണ്. അപ്പോൾ പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പിള്ളേരെ ഇപ്പോൾ അവിടെ നമ്മൾ സെറ്റിൽ ആവുകയാണെങ്കിൽ തന്നെ പിള്ളേർ അവിടുത്തെ ഭാഷയിലായിരിക്കും കുറച്ചും കൂടി കംഫർട്ടായി വരുന്നത്. പക്ഷേ നമ്മൾ ഫാമിലി പറയുമ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ പുറത്തെ ആൾക്കാർ പോകുമ്പോൾ അവരാദ്യം പഠിപ്പിക്കുന്ന മലയാളം. തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നു തട്ടി നീക്കി രണ്ടോ മന കയ്യുകൾ കേട്ടു പിന്നിന്നനിക്കളകീതി ഞാൻ കാട്ടുകെന്നുടെ കൊച്ചനുജത്തി. പുതിയ തലമുറയ്ക്ക് മലയാളം അറിയില്ല, മലയാള ഭാഷയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്ന പരാതിയാണ്, പല്ലവിയാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്നിവിടെ വന്നപ്പോൾ മനസ്സിലായി.
മിക്കവാറും പേര് പറയുന്നത് അവർക്ക് മറ്റു ഭാഷകളൊക്കെ വേണം, പുറത്തൊക്കെ പോകുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പക്ഷെ അവർ മാതൃഭാഷയെ സ്നേഹിക്കുന്നവരാണ്. സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ മാതൃഭാഷയിൽ തന്നെയാണ്. അപ്പോൾ പുതുതലമുറയെ അങ്ങനെ പരിഹസിക്കാൻ വരട്ടെ, മാറ്റി നിർത്താൻ വരട്ടെ, മാതൃഭാഷയെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഇവരെല്ലാവരും. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അനുവിനൊപ്പം സ്മിത ഹരിദാസ്, 24. സ്മിത, ഇത് ക്യുസാറ്റിലാണോ പോയത്? അല്ല, സെയിന്റ് പോൾസ് കോളേജിൽ, സെയിന്റ് പോൾസ് കളമശ്ശേരിയിൽ. എനിക്ക് അത്ഭുതമായി ഇപ്പോൾ ഒരൊറ്റ കുട്ടികളെ നമുക്ക്, ഞാൻ വിചാരിച്ചു കുറെ കുട്ടികളെ എനിക്ക് മലയാളം അറിയില്ല എന്ന് പറയും, പക്ഷെ എല്ലാവരും ഇത് പുതിയ തലമുറയിലെ കുട്ടികളെ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് വസ്ത്രം ധരിച്ച കുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് കൊച്ചു കൊച്ചു അങ്ങനെ പറയുമായിരിക്കും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എത്ര അടിപൊളിയായിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത്. എനിക്ക് അവസാനം ഇടുക്കി കുട്ടി കവിത ചൊല്ലി ഞാനത് പറയാൻ വരുമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്.